ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് മഞ്ഞൾ കരിച്ച് എണ്ണയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പം നമുക്ക് കടയിൽ കിട്ടുന്ന സൺടാൻ റിമൂവറിനെക്കാട്ടിൽ ഒക്കെ എഫക്റ്റീവാണിത്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ എനിക്ക് പഠിപ്പിച്ചു തന്ന എണ്ണയാണ്. പുതിയ തലമുറയ്ക്കായി ഞാനിത് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. ചിക്കൻ പോക്സ് വന്ന പാട് മാറാനും വെയിൽ കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പും തടിപ്പും ഒക്കെ മാറാനും നല്ലൊരു എണ്ണയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചട്ടിയിലിട്ട് കരിച്ചെടുക്കാം. 5-10 മിനിറ്റൊക്കെ എടുക്കും കരിയാൻ. കരിഞ്ഞു പോകാതിരിക്കാൻ ഇളക്കി കൊടുക്കണം. ഇത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ കരിയണം. ഉണ്ടോ? ഇതാണ് പാകം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. 1.5 കപ്പോ 2 കപ്പോ ഒക്കെ ഒഴിക്കാം. സാധാരണ കപ്പാണ് കേട്ടോ, അല്ല വലിയ കപ്പൊന്നുമല്ല. 2 സ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് ആണ് നമ്മൾ ഈ 1 കപ്പോ 1.5 കപ്പോ ഒക്കെ ഒഴിക്കുന്നത്. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഇനി ഇത് തിളയ്ക്കട്ടെ. എണ്ണ തിളച്ച് മുകളിൽ കുമിളകളൊക്കെ വരുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇങ്ങനെ കുമിള വരുന്നത്. ആ കുമിള വന്ന് പൊട്ടിത്തുടങ്ങും. എണ്ണയിലെ വെള്ളം പറ്റുകാതെ വെള്ളം പറ്റിക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അത് തണുക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ മഞ്ഞൾ കരിച്ചുണ്ടാക്കിയ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിത് ഉണ്ടാക്കി വെച്ച് ഒരു രാത്രി ആ എണ്ണ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് പിറ്റേ ദിവസം ഇത് മട്ടില്ലാതെ അരിച്ച് എടുത്തതാണ്. ഇതെൻ്റെ അപ്പൻ പഠിപ്പിച്ച് തന്നതാണ്. ഇതിൻ്റെ അകത്ത് അപ്പം പഠിപ്പിച്ച വകയിൽ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് വിറക് കത്തിക്കുന്നവർക്കേ അത് പറ്റുള്ളൂ. വിറക് കത്തിക്കുന്ന അടുപ്പിൻ്റെ മുകളിലോ ഒരു സൈസ് പുക കൊണ്ടൊരു കരി ഉണ്ടാവും. ആ കരിയെ കുറച്ചെടുത്തിട്ട് അതും കൂടി ഇതിൽ ചേർക്കണം. അങ്ങനെയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് മഞ്ഞൾ മാത്രം കരിച്ച് ചേർത്തതാണ്. ഇത് ചിക്കൻ ബോക്സ് വന്ന് ദേഹത്തുണ്ടാകുന്ന പാട് മാറാനുള്ള എണ്ണയാണ്. അത് ദിവസവും വൈകിട്ട് ചിക്കൻ ബോക്സ് വന്ന് കുളി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വൈകിട്ട് അത് ആ പാടുള്ള ഭാഗത്ത് തൊട്ട് പെരട്ടി രാത്രി കിടന്നുറങ്ങാം. 1 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പാടേ ഇല്ലാതാവും. വെയിൽ കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പും മാറാനും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് മുതൽ ഇത് പുരട്ടി കൊടുക്കാം. വെയിൽ കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പ് 2-3 ദിവസം പുരട്ടിയാൽ തന്നെ വ്യത്യാസം വരും. പഴയ തലമുറയുടെ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. പഴയ തലമുറയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.